വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രജനി ബിജു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ മധുരവാണികൾ കേട്ട് സുഹൃതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീത പ്രണാമം. വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. വീഡിയോ മുഴുവൻ കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സുഖത്തിനിരിപ്പിടം ആത്മാവാണെന്നറിയാതെ ജഡസാമഗ്രികളുടെ പിന്നാലെ പരക്കം പായുന്നതാണ് സകല ദുഃഖങ്ങൾക്കും കാരണം. അതിനാൽ സജ്ജനങ്ങളുടെ ചാരത്ത് കഴിയാനും സച്ചിന്ത ഉണ്ടാവാനും ഗുരുസാഗരത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗുരുസാഗരം ഇന്നത്തെ വായനയുടെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശ്രീനാരായണ ഗുരുവിദ്യാപീഠം ആചാര്യനുമായിരിക്കുന്ന ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ 2025 ജൂൺ ലക്കം മാസികയിലെ എഡിറ്റോറിയലായ വേടൻ്റെ വലയിൽ വീഴാത്ത കിളികളാവുക എന്ന ആർട്ടിക്കിളും സച്ചിന്തയുമാണ് ഇന്നിവിടെ വായിക്കുന്നത്. ആദ്യം എഡിറ്റോറിയൽ നോക്കാം. വേടൻ എന്നത് ഇപ്പോൾ ഒരു സമുദായ പേരാണ്. അത് അധസ്ഥിതരെ കുറിക്കുന്നുവത്രേ. എന്നാൽ നാം കുട്ടിക്കാലത്ത് പഠിച്ച കഥകളിൽ വേടൻ ഒരു സമുദായ പേരല്ല. ആ കഥകളിലെ വില്ലനായിരുന്നു. പാവം കിളികളെയും മൃഗങ്ങളെയും വല വെച്ച് പിടിക്കുന്നവൻ. അവൻ്റെ വലയിൽ നിന്ന് തന്ത്രപൂർവം രക്ഷപ്പെട്ട കൗശലക്കാരായ പക്ഷികളെയും മൃഗങ്ങളെയും കഥാപാത്രമാക്കി എത്രയെത്ര സാരോപദേശ കഥകൾ നാം കേട്ടിരിക്കുന്നു. വേടൻ പാവം ജീവികളെ കുരുക്കുന്നവനാണ്, വേട്ടയാടുന്നവനാണ്. അവന് അതിനുള്ള അധികാരം ആരോ കൊടുത്തിരിക്കുന്നു. അവൻ കൊന്നു ജീവിക്കുന്നവനാണ്. അവനിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള ഉപായങ്ങളാണ് സാരോപദേശ കഥകളിൽ പറഞ്ഞിരിക്കുന്നതും. സ്വാർത്ഥ ലക്ഷ്യത്തോടെ ആയുധവുമായി ചതിയിൽ വല വിരിച്ച് മരക്കൊമ്പുകൾക്കിടയിൽ മറഞ്ഞിരുന്ന് ആളെ കുരുക്കുന്നവനാരോ അവൻ വേടൻ. അവൻ മാനുകളെ മുളന്തണ്ടിൻ്റെ ശബ്ദം കേൾപ്പിച്ച് ആകർഷിച്ചു കൊല്ലുന്നു. ആനകളെ പിടിയാനകളുടെ ഗന്ധം കൃത്രിമമായി സൃഷ്ടിച്ച് വാരിക്കുഴിയിൽ വീഴ്ത്തുന്നു. അതെ, വേട്ടയാടുന്നവൻ്റെ പേരാണ് വേടൻ. എന്നാൽ പിന്നീട് പുരാണങ്ങൾ പഠിച്ചപ്പോൾ കിരാത വേഷത്തിൽ അർജുനരുടെ ഗർവം തീർക്കാൻ പരമേശൻ എത്തുന്നതായി വായിച്ചു. മലവേടന്മാരുടെ ശൃംഗാര കഥകൾ നാടൻ പാട്ടുകളിലും നാടോടി നൃത്തങ്ങളിലും കേട്ടു. ജീവിതത്തിൻ്റെ സമസ്ത ഭൂമികകളിലും നല്ലതും ചീത്തയും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നുവെന്നും അതിൽ നല്ലതെടുക്കാൻ മടിക്കരുതെന്നും ചീത്തയെ തള്ളിക്കളയണമെന്നും ഉപദേശിച്ച് ധർമ്മസാഹിത്യം രചിച്ച ഋഷിമാരുടെ നാടാണ് ഭാരതം. ഇവിടെ ആരും സ്ഥിരം വില്ലനല്ല, സ്ഥിരം നായകരുമില്ല. ആര് എപ്പോൾ നന്മ ചെയ്യുന്നുവോ അവനിൽ ആ സമയം ദൈവത്തിൻ്റെ ഹൃദയമാണ് മിടിക്കുന്നത്. അവൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നാണ് അർത്ഥം. ആര് ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നുവോ അവൻ ആ സമയം ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്നു മാത്രമാണ് അർത്ഥം. അതിനാൽ മനുഷ്യനെ സദാ ദൈവത്തിലേക്ക് അടുപ്പിക്കാനാണ് മഹത്തുക്കളും സജ്ജനങ്ങളും ഈ ഭൂമിവാസകാലത്താകെ ശ്രമിച്ചത്. നമ്മുടെ വേദവേദാന്തങ്ങളും ആഗമങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം ഈ ലക്ഷ്യത്തോടെ നിർമ്മിച്ചതാണ്. നമ്മുടെ ഇതിഹാസ കഥകൾ ഇന്നത്തെ സിനിമാ കഥ പോലെ നായകനെ മാത്രം നല്ലവനാക്കുന്ന കഥകളല്ല. ഏതു കഥാപാത്രത്തിനും സ്വന്തമായി ശക്തമായ വ്യക്തിത്വമുണ്ടെന്ന് കാട്ടുകയും അതിനെ മാനിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അവ രചിച്ചിരിക്കുന്നത്. രാവണനിലെ ഗുണങ്ങളെയും രാമനിലെ ഗുണങ്ങളെയും രാമായണം ഒരുപോലെ തുറന്നു കാട്ടുന്നു. എന്തുകൊണ്ട് ഗുണങ്ങളേറെയുള്ള രാവണൻ കൊല്ലപ്പെടുന്നു എന്നും സത്യസന്ധമായി പറയുന്നു. ചിന്താശേഷിയുള്ളവർ
യുക്തിപൂർവം ചിന്തിച്ച് രാവണനിലെയും രാമനിലെയും ഗുണങ്ങൾ എടുക്കട്ടെ. കുറവുകൾ ആരുടേതായാലും സ്വീകരിക്കാതിരിക്കട്ടെ എന്ന് ആദികവി കരുതുന്നു. ഈ യുഗത്തിൻ്റെ അന്ത്യകവിയായി വന്ന പരബ്രഹ്മസ്വരൂപനായ ശ്രീനാരായണ ഗുരു കഥകളുടെ അകമ്പടിയില്ലാതെ നേരിൽ പറഞ്ഞതും ഈ സത്യമാണ്. അറിവിരിക്കുന്ന എല്ലായിടത്തേക്കും ആരെയും ഭയക്കാതെ കടന്നു ചെല്ലുവിൻ. ആ നന്മയെ ആരോടും ചോദിക്കാൻ നിൽക്കാതെ എടുത്ത് സേവിച്ച് ആത്മാവിലെ ദാരിദ്ര്യമകറ്റുവിൻ. തിന്മകളെ നിരാകരിക്കുവിൻ. അത് ആരിലിരുന്നാലും. വേദങ്ങളിലും വേദാന്തത്തിലും തിന്മയുടെ ശക്തികൾ കടന്നുകയറി നടത്തിയ ഇടപെടലുകൾ തിരസ്കരിക്കാനും അവയിലെ നന്മകളെ സ്വീകരിക്കാനും ഗുരു പഠിപ്പിച്ചു. അത്രയൊന്നും മെനക്കെടാൻ സാധിക്കാത്തവർക്കായി വേദാന്ത സാരം നിറച്ച ചെറിയ കൃതികൾ ഭഗവാൻ രചിച്ചു നൽകി. ഉപനിഷത്തും തിരുക്കുറലുമൊക്കെ ആവശ്യമായവ നേരിട്ട് ഭാഷാമാറ്റം വരുത്തി എഴുതി തരികയും ചെയ്തു. എന്നിട്ട് അനുകമ്പാദശകത്തിൽ ഗുരു ഒരു പ്രസ്താവ്യം ചെയ്തു. അരുമാമറ അഥവാ വേദങ്ങൾ ഓതും അർത്ഥവും ഗുരുവും മുനിയും ഓതും വാക്കുകളുടെ അർത്ഥവും ഒരു ജാതിയിലുള്ളതാണ്. അതിൻ്റെ എല്ലാം പൊരുൾ ഒരേ ലക്ഷ്യമുള്ളതാണ്. അത് മാനവരാശിയുടെ നന്മ മാത്രമാണ്. അറിവിൻ്റെ വെളിച്ചത്തിൽ ഭേദചിന്തകൾ നീക്കി അകവും പുറവും ശുദ്ധമാക്കി അപരനിൽ അവനവനെ കണ്ട് സ്നേഹിച്ചും സംഘടിച്ചും സൗഹൃദവും സാഹോദര്യവും വളർത്തി സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം ഉണ്ടാക്കാനാണ് ഗുരു ആഹ്വാനം ചെയ്തത്. അതിൻ്റെ നടത്തിപ്പിനുള്ള തടസ്സം നീക്കാനാണ് മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വം മാത്രമാണെന്നും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ മനുഷ്യർക്കിടയിൽ വേറെ ജാതിയില്ലെന്നും ഗുരു പ്രസ്താവിച്ചത്. ഇനിയും അത്തരം ഭേദങ്ങൾ ഓർമ്മിപ്പിക്കുകയോ വികാരപ്പെടുത്തുകയോ ചെയ്യുന്നത് ഒരേ സമയം ബുദ്ധിഹീനത്വവും ലോകദ്രോഹവുമാണ്. നാം അതിനെയെല്ലാം ഗുരുവിൻ്റെ കൈപിടിച്ച് മറികടന്ന് സ്വതന്ത്രമായി വ്യവഹരിക്കുന്ന സമൂഹത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞു. രാജ്യത്തിൻ്റെ ഭരണഘടന പോലും ജാതി ഐത്തത്തെ നിരോധിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ്. ജാതീയമായ പുറം വീക്ഷണം ഒഴിവാക്കിക്കൊണ്ട് നോക്കിലും വാക്കിലും വേഷത്തിലും ആർക്കും ജാതി തിരിച്ചറിയാനാവാത്ത വിധം നാം പുതിയ തലമുറ എന്നേ മാറിയിരിക്കുന്നു. ദേഹശുദ്ധിയും ജീവിത ആവശ്യങ്ങളുടെ സ്വീകരണവുമെല്ലാം ജാതിക്കതീതമായി. ആദിവാസി കുടികളിലും ഇന്ന് ആധുനിക വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് വളർന്നവർ ഭാരതത്തിൻ്റെ പ്രഥമ അധികാരസ്ഥാനത്ത് എത്തുന്നു. ലോകമാകെ പരന്നു കിടക്കുന്ന വിശാലമായ ഉപജീവന ഭൂമികകളിൽ എല്ലാവരും ഭേദം മറന്ന് വ്യവഹരിക്കുന്നു, സുഖമായി സഹകരിച്ച് ജീവിക്കുന്നു. ഇന്നാരും മറക്കുടയും പിടിച്ച് വഴിയാട്ടി വരുന്നില്ല. ഒരു പുലയനും വയലിൽ അടിമപ്പണി ചെയ്യുന്നില്ല. ഒരു വ്യവസ്ഥയും ജാതിഭേദത്തെ താങ്ങുന്നില്ല. എന്നിട്ടും ആരാണ് ഗുരുവിൻ്റെ മാതൃകാസ്ഥാനത്ത് ജാതിയുടെ പേരിൽ അനവസരത്തിൽ പടവിളി മുഴക്കുന്നത്? ജാതിഭേദം ഇന്ന് നിലനിൽക്കുന്നത് മാറ്റത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ചില മനുഷ്യരുടെ മനസ്സിലും സ്വയം അധകൃതനാണെന്ന് കരുതുന്ന അജ്ഞരുടെ മനസ്സിലും ജാതി ഇല്ലാതായാൽ തങ്ങളുടെ സാമ്പത്തിക അധികാര മുതലെടുപ്പ് തടസ്സപ്പെടുമെന്ന് വിചാരിക്കുന്ന ചില കുടില ബുദ്ധികളുടെ ആവനാഴികളിലും മാത്രമാണ്. അവരാണ് ഇക്കാലത്തെ വേടന്മാർ. അവർ ജാതി പറഞ്ഞ് വേട്ടയാടൽ തുടരുന്നു. ഒരേയൊരു ലക്ഷ്യം ഈ ആധുനിക സമൂഹത്തെ വീണ്ടും പഴയപടിയാക്കുക എന്നതാണ്. എന്നിട്ട് തമ്മിൽ തല്ലിച്ച് അതിൽ നിന്ന് ഇറ്റുവീഴുന്ന ചോര കുടിച്ച് തഴുത്തു വളരുക. അത് രാഷ്ട്രീയക്കാരും സമുദായ നേതാക്കളുമാണ് ഇതുവരെ ചെയ്തിരുന്നത്. കുറച്ചു കാലമായി മതരാഷ്ട്രവാദികളായ ലോക തീവ്രവാദ സംഘടനകളും ഹിന്ദു വിഭാഗത്തിൽ ജാതിഭേദത്തെ തിരികെ കൊണ്ടുവരാനുള്ള ബൗദ്ധിക നീക്കങ്ങൾ ഭംഗിയായി നടത്തുന്നുണ്ട്. അവരാണ് പല ദളിത് ഗ്രൂപ്പുകൾക്കും ഫണ്ടിങ് നടത്തുന്നത്. എന്നാൽ അവരെക്കാളൊക്കെ മിടുക്കനായ ഒരു പയ്യൻ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. ആധുനിക സമൂഹത്തിലെ ഭൂരിഭാഗം പേരെയും ബാധിച്ച കലിസഹജമായ ആലസ്യത്തെയും തമോസുഖങ്ങളെയും മുതലെടുത്തുകൊണ്ട് തുള്ളിയാർത്ത് ജാതി പറഞ്ഞും അസഭ്യം പറഞ്ഞും ത്രില്ലടിപ്പിച്ച് കളം പിടിക്കുന്നു. ഏത് സമുദായ നേതാവിനേക്കാളും കരുത്ത് അവൻ ജാതി പറഞ്ഞ് നേടിയിരിക്കുന്നു.
അവനെ പിൻപറ്റുന്ന വൻപടകൾക്ക് ജാതിയും മതവും ഒന്നുമല്ല പ്രധാനം. അവൻ പറയുന്ന അസഭ്യം കേട്ട് തുള്ളിയാർക്കൽ മാത്രമാണ്. അസഭ്യം പറയലും ആളെ തല്ലലും ഇന്ന് പൊതുസമൂഹത്തിന് ഒരു രസമാണ്. അതിലൊക്കെ അവർ ആനന്ദിക്കുന്നു. അതാണ് ആൾക്കൂട്ട കൊലകൾ പെരുകുന്നത്. വാഹനങ്ങൾ ഓടിക്കുന്നവർ തമ്മിൽ ഓവർടേക്കിങ്ങിനെ ചൊല്ലി തർക്കിക്കുന്നതും അസഭ്യം പറയുന്നതും കത്തിക്ക് കുത്തുന്നതുമെല്ലാം കലിബാധയുടെ ലക്ഷണങ്ങളാണ്. ആ കലി പല രൂപത്തിൽ വരുന്നു. അതിലൊന്നാണ് വേടൻ. ആധുനികരുടെ ഉള്ളിലെ തമോവികാരങ്ങളെ ഉണർത്തി അവൻ മുതലെടുക്കുന്നു. അവനെ ഭരണകൂടം ഭയക്കുന്നു. അവൻ വിശുദ്ധനായി ഉയരുന്നു. ആളുകൾ അതിൽ നന്മയെ കാണുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്: അവർക്ക് നന്മ എന്താണെന്ന് അറിയില്ല. അവർ യഥാർത്ഥ ശത്രുവിനെ നേരിടാനല്ല നിഴൽ യുദ്ധം നടത്തി രസിക്കലാണ് ലക്ഷ്യമിടുന്നത്. യഥാർത്ഥ ശത്രുക്കൾ അവരെ ബോധപൂർവം നിഴലുകൾക്ക് നേരെ തിരിച്ചുവിടുന്നു. അതിനാൽ നമ്മുടെ മക്കൾ വേടൻ്റെ വലയിൽ വീഴാതിരിക്കാനുള്ള പുതിയ കാലത്തിൻ്റെ സാരോപദേശ കഥകൾ പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ മെയ് 13, 14, 15 തീയതികളിൽ ഒരു കൂട്ടം കൗമാരക്കാരുമായി ഗുരുസാഗരം നടത്തിയ പിൽഗ്രിമേജ് വിത്ത് ആചാര്യൻ എന്ന തീർത്ഥാടനം ആ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയായിരുന്നു. ഇതോടെ എഡിറ്റോറിയൽ പൂർണ്ണമാവുന്നു. ആത്മീയമായ ജ്ഞാനവും ശരിയായ ചരിത്ര അവബോധവും ലഭിക്കാൻ ഗുരുസാഗരം മാസിക വായിക്കാം, വരിക്കാരാകാം. ഗുരുസാഗരം മാസിക ഒരു വർഷത്തേക്ക് തപാലിൽ ലഭിക്കാൻ 600 രൂപ അടച്ചാൽ മതിയാകും. 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കുന്നതാണ്. ക്യാഷ് അടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 80 78 18 88 58, ശേഷം 62 82 31 92 94 എന്ന നമ്പറിൽ അഡ്രസ്സും അയച്ചു തരിക. ഗുരുസാഗരം മാസികയുടെ 7ാം പിറന്നാളിനോടനുബന്ധിച്ച് മാസിക ഡിജിറ്റൽ ആവുകയാണ്. ഇനി എവിടെയിരുന്നും നല്ല വായന ആസ്വദിക്കാം. ഇനി നമുക്ക് സത്ചിന്ത എന്താണെന്ന് നോക്കാം. ആചാര്യനോടുള്ള വായനക്കാരുടെ സംശയങ്ങളും അതിന് ആചാര്യൻ നൽകുന്ന മറുപടിയുമാണ് ഈ പംക്തിയിൽ അവതരിപ്പിക്കുന്നത്. ആയുസ് നീട്ടാൻ ആർക്കു സാധിക്കും? ചോദ്യം. അടുത്ത കാലത്ത് ഒരു യോഗ പരിശീലകൻ അകാലത്തിൽ മരിച്ചപ്പോൾ പൊതുസമൂഹത്തിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു. ശാരീരികവും മാനസികവുമായ സുസ്ഥിതി പ്രാപിക്കാൻ യോഗയും സാധനാമാർഗങ്ങളും മതിയെന്നു പറഞ്ഞിട്ട് അത് ചെയ്യുന്നവരും അകാലത്തിൽ മരിക്കുന്നല്ലോ. പിന്നെന്തിനാ ഇതെല്ലാം എന്നായിരുന്നു ചോദ്യം. കേട്ടപ്പോൾ ശരിയെന്നു തോന്നി. എന്താണ് ആചാര്യൻ ഇതേക്കുറിച്ച് പറയുന്നതെന്നറിഞ്ഞാൽ കൊള്ളാം. ഉത്തരം. ശരിയാണ്. ആ യോഗ പരിശീലകനേക്കാൾ ആയുസ് കള്ളു കുടിച്ച് കറങ്ങി നടക്കുന്ന ഒരുവന് ലഭിച്ചേക്കാം. പഞ്ചധർമ്മങ്ങൾക്കും വിരുദ്ധമായി ജീവിക്കുന്നവർ നല്ല ദൃഢഗാത്രരായിരിക്കുകയും ഭക്ഷണം സസ്യാഹാരമാക്കി പഞ്ചധർമ്മമനുസരിച്ച് സദാചാര തൽപരരായി ജീവിക്കുന്നവർ അനാരോഗ്യം കൊണ്ടും രോഗം കൊണ്ടും വലയുന്നതും സംഭവിച്ചേക്കാം. അതൊന്നും ധർമാനുഷ്ഠാനങ്ങളുടെ മൂല്യം കുറയ്ക്കുന്ന ഘടകമാകില്ല. എത്രനാൾ ഒരുവൻ ജീവിക്കണമെന്നത് പൂർവ്വനിശ്ചിതമാണ്. അവനോ മറ്റാർക്കെങ്കിലുമോ അതിൽ കൈകടത്താൻ സാധിക്കില്ല. ആയുസ് എന്നാൽ നിർവചിക്കാനാവാത്ത ദൈർഘ്യം എന്നാണ് അർത്ഥം. അത് കുറവോ കൂടുതലോ ആകാം. നമുക്ക് അതിനെ നിശ്ചയിക്കാൻ സാധിക്കില്ല. അപ്പോൾ യോഗശാസ്ത്രമോ മന്ത്രശാസ്ത്രമോ വൈദിക വിദ്യയോ ബ്രഹ്മവിദ്യയോ ഒന്നും ആയുസ്സിനെ വർദ്ധിപ്പിക്കാനോ കുറയ്ക്കാനോ സാധിക്കുന്ന സങ്കേതങ്ങളല്ല. ജീവിച്ചിരിക്കുന്നത് എത്ര കാലമാണോ അത്രയും കാലത്തെ അർത്ഥവത്താക്കി ജീവിതത്തിൻ്റെ പ്രകാശം അകമേ അനുഭവിപ്പിക്കുന്നതാണ് സാധനാ സംവിധാനങ്ങളെല്ലാം തന്നെ. ഒരുവൻ 100 വയസ്സുവരെ ജീവിതത്തിൻ്റെ കഥയറിയാതെ ഇന്ദ്രിയ വശഗതനായി ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് അല്പകാലം അർത്ഥമറിഞ്ഞ് ആസ്വദിച്ച് ജീവിക്കുന്നത്. കുമാരനാശാൻ 51 വയസ്സുവരെ മാത്രം ജീവിച്ചു. എന്നാൽ വിവേകാനന്ദ സ്വാമി അതിനേക്കാൾ കുറഞ്ഞ ആയുസ്സാണ് ഭൂമിയിൽ ചെലവിട്ടത്, 39 വയസ്സുവരെ മാത്രം. ശങ്കരാചാര്യർ 32 വയസ്സുവരെ ജീവിച്ചു. ഈ മഹത്തുക്കളുടെ കാലത്ത് 100ഉം 120ഉം വർഷം വരെ
ആയുസോടെ ജീവിച്ച ആയിരക്കണക്കിന് ആളുകൾ ഭൂമിയിൽ കണ്ടേക്കാം. അവരിൽ ഒരാളുടെ പേര് നിങ്ങൾക്ക് ഓർത്തു പറയാമോ? എന്നാൽ ലോകവാസം വെടിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശങ്കരാചാര്യപാദരും വിവേകാനന്ദ സ്വാമിയും കുമാരനാശാനുമെല്ലാം ഇപ്പോഴും ജീവിക്കുന്നു, നമ്മുടെ സ്മരണയിലും സാഹിത്യത്തിലും ജ്ഞാനഭൂമികയിലുമെല്ലാം. അപ്പോൾ ജീവിച്ചത് എത്രനാൾ എന്നതല്ല പ്രധാനം, എങ്ങനെ ജീവിച്ചു എന്നതാണ്. ശ്രേഷ്ഠതയോടെ ജീവിക്കുക എന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്. അതിന് സാധനാമാർഗങ്ങൾ, പഞ്ചധർമ്മം, സദാചാര മാർഗങ്ങൾ എന്നിവ സ്വീകരിക്കാം. അവ അനുഷ്ഠിക്കുന്നവർ ജീവിതത്തിൻ്റെ രസമറിഞ്ഞ് ജീവിക്കുന്നു. അല്ലാത്തവർ എങ്ങനെയോ എന്തിനോ ആർക്കോ വേണ്ടി ആയുസ് തീർക്കുന്നു എന്നേ പറയാനുള്ളൂ. ജീവിക്കുന്നു എന്ന് പോലും പറയാനാവില്ല. അതാണ് സത്യം. സത്യത്തിൽ ഈ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം ഇക്കാര്യം അറിയാം. എന്നാൽ മനഃപൂർവ്വം അവർ അറിയില്ല എന്ന് നടിക്കുന്നതാണ്. എന്തെന്നാൽ അനുഷ്ഠാനപൂർവം ജീവിക്കണമെങ്കിൽ കുറച്ച് ത്യാഗം വേണം. വെളിച്ചത്തിൽ നിൽക്കാൻ ജാഗ്രത വേണം. ഇരുട്ടിൽ നിലകൊള്ളാൻ ജാഗ്രത പോയിട്ട് വസ്ത്രം പോലും ആവശ്യമില്ല. അപ്പോൾ അലസന്മാർക്കും അസാൻമാർഗികൾക്കും ഇരുട്ടാണ് ഇഷ്ടം. അവർ ഇരുട്ടിനെ വാഴ്ത്തും, വെളിച്ചത്തെ പഴിക്കും. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയ വിഷയങ്ങളുമായി അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം. നമസ്തേ.